വെൽക്കം ടു പാർട്ട് 3. അപ്പോൾ ദിവസം തുടങ്ങിയത് ദാസൻ്റെ വീട്ടിലെ സദ്യ കഴിച്ചിട്ടാണ്. തുടങ്ങിയത് മീൻസ് 12:30 ആയിരുന്നു. ഞങ്ങൾ എണീക്കാൻ തന്നെ 11:30 ആയായിരുന്നു അന്ന്, തലേദിവസത്തെ ക്ഷീണം കാരണം. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് ഉച്ചയ്ക്ക് ഞങ്ങൾ വള്ളംകളി മത്സരമായിരുന്നു അന്ന്. അത് കാണാൻ വേണ്ടി പോയി. നല്ല അടിപൊളിയായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. കാരണം എനിക്കെല്ലാം ഞാൻ പറഞ്ഞല്ലോ ആദ്യമായിട്ടുള്ള എക്സ്പീരിയൻസ് ആണെന്ന്. അപ്പോൾ അതെല്ലാം കണ്ട് ഫുൾ ക്ഷീണിച്ച് സദ്യയെല്ലാം കഴിച്ച് ഞാൻ തിരിച്ചെത്തി. അന്ന് പിന്നെ പ്രത്യേകിച്ചൊന്നും ഇല്ലായിരുന്നു. രാത്രി പിന്നെയും അനൂപിൻ്റെ അടുത്തായിരുന്നു സദ്യ. അത് പിന്നെ ഞാൻ എടുക്കാൻ മറന്നു. എല്ലാ വ്ളോഗിലും ഞാൻ ഏതെങ്കിലും ഒരു പോർഷൻ എടുക്കാൻ മറന്നു പോവുമല്ലോ. അതെല്ലാം കഴിഞ്ഞ് അടുത്ത ദിവസം വൈകുന്നേരം ഞങ്ങൾക്ക് ട്രെയിനായിരുന്നു. നേരെ എറണാകുളത്തോട്ടായിരുന്നു. ജനറലായിരുന്നു എറണാകുളത്തോട്ട്. അവിടെ നിന്നായിരുന്നു ഞങ്ങൾ ബുക്ക് ചെയ്തിരുന്നത്. അങ്ങനെ ഞങ്ങൾ ജനറലെല്ലാം കയറി അവിടെ എത്തി. ഞാൻ ആദ്യമായിട്ടാണ് ട്രെയിനിൽ. എന്താണെന്ന് ചോദിക്കരുത്, എൻ്റെ നാട്ടിൽ റെയിൽവേ സ്റ്റേഷനും ട്രെയിനൊന്നും ഇല്ല. അതുകൊണ്ട് ഞാൻ ആദ്യമായിട്ടായിരുന്നു ട്രെയിനിൽ. അപ്പോൾ അങ്ങനെ കുറേ നേരം നിന്ന് എറണാകുളം എത്തി. അപ്പോൾ എന്തെങ്കിലുമൊക്കെ കഴിക്കണമല്ലോ. കഴിക്കാൻ വേണ്ടി അവിടെ അടുത്തുള്ള ചാർക്കോൾ ഷേക്ക് അങ്ങനെ എന്തൊരു കട, ചാർക്കോൾ വെച്ചിട്ട് എന്തൊരു സംഭവമാണ് ജോജോ. പിന്നെ കൊച്ചി അറിയാമെന്നുള്ള മെയിൻ കളി കളിച്ചിട്ട് ഞങ്ങൾ അങ്ങോട്ട് കൊണ്ടുപോയി. അവിടെയാണെങ്കിൽ ഒടുക്കത്തെ റഷായിരുന്നു. ഞങ്ങളവിടെ എത്തുന്നത് 4 മണിക്കും, ഞങ്ങൾക്ക് ട്രെയിൻ 4:50-നായിരുന്നു. അങ്ങനെ ഫൈനലി ഞങ്ങളെല്ലാവരും പാടെ മന്തിയെല്ലാം കഴിച്ച് ഇറങ്ങി. അങ്ങനെ അത്രയും ഞാൻ എടുത്തുള്ളൂ, ബാക്കിയെല്ലാം ഞാൻ മറന്നുപോയി.